പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായ പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും സ്വന്തം യുക്തിക്കനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ മുസ്ലിം അല്ല, അദ്ദേഹം സത്യനിഷേധിയാണ്, ഇസ്ലാമിന് പുറത്താണ്. എന്നാൽ അദ്ദേഹം തൻ്റെ പേര് ബാപ്പയും ഉമ്മയും ഇട്ട മുസ്ലിം പേര് അദ്ദേഹം ഇതുവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വിചിത്രമായ സത്യമാണ്. ഈ വ്യക്തി അദ്ദേഹത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യയിലെയും പുറത്തുമൊക്കെയുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ നിർലോഭമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത് ഇസ്രായേലിൽ പോയി അദ്ദേഹത്തിന് കണക്കറ്റ ശകാരങ്ങളും ആക്ഷേപഹാസ്യങ്ങളും ഒക്കെ ഏറ്റു തിരിച്ചു പോന്നു. ഇപ്പോൾ ലണ്ടനിൽ പോയി അദ്ദേഹം വീണ്ടും അപഹാസ്യനായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അദ്ദേഹം പരിശുദ്ധമായ ഖുർആന്റെ പേരിൽ ലണ്ടനിൽ പോയിട്ട് പച്ചക്കളവ് പറഞ്ഞു. മകളെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇംഗ്ലീഷുകാരല്ലേ, ഇസ്ലാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് ആളാവാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമൊക്കെ അറിയുന്ന ആളുകളാണ്. അവരദ്ദേഹത്തെ വിടാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ നിർത്തി പൊരിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കുറച്ചു നേരം കാണുക. I agree with you. I know why it's wrong. Why is it wrong to you? Why is it wrong to you? Why is it wrong to you? I want to know why is it wrong to you? He's saying he's going to prepare a video to answer. That's what he's saying. You are joking. Do you want to answer face to face? Prepare a video. I want. കണ്ടില്ലേ, അദ്ദേഹം പറയുന്ന കാര്യം തെറ്റാണ് എന്ന് അദ്ദേഹം പറയാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ അങ്ങനെയല്ല ഉള്ളത്. ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആൻ പ്രമാണമാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുകയില്ല എന്ന ഖുർആൻ ആയത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾപ്പിച്ച് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയാണ്, ഞാൻ പറയുന്ന കാര്യം ശരിയാണ്, ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം, തെറ്റാണെങ്കിൽ ഞാൻ അത് മാപ്പ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് തലയൂരുന്ന ഒരു പ്രവർത്തനത്തിന് ഏർപ്പെട്ടപ്പോൾ അവിടുത്തെ ആളുകൾ, ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ വിട്ടില്ല. അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ, നീ കള്ളനാണ്, നീ വിശ്വാസവഞ്ചകനാണ്, അതുപോലെ നീ മോറൽ വാല്യൂസ് ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറയുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. I don't trust you. I don't trust you. You're a liar. You have no moral values. You are a Zionist apologist. You are a Zionist genocide apologist, right? So how can I trust you? I wouldn't trust you with a penny. I wouldn't leave a pound with you. I wouldn't leave a pound with you. Hello, this pound, I wouldn't trust him with this pound. അദ്ദേഹത്തോട് പറയാണ്. അങ്ങനെ അദ്ദേഹം സംസാരത്തിന് നിൽക്കാതെ, മുഴുമിപ്പിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ പിന്നാലെ ആളുകൾ അദ്ദേഹത്തെ കൂക്കി ഓടിപ്പിക്കുന്ന ആ ഒരു രംഗം കാണുകയാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ അപഹസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സമൂഹത്തിൽ നിന്ദ്യതയായിരിക്കും, നിസ്സാരനായിരിക്കും. അവർക്ക് താൽക്കാലികമായി കുറച്ച് നേട്ടങ്ങളും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായി എന്ന് തോന്നിയേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് അവർ പരാജിതരാണ്, നിന്ദ്യരാണ്, നിസ്സഹായരാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. അത് ദൈവികമായ മതമാണ്, അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു രംഗം കൂടെയാണ് ഇതിലൂടെ നാം കാണേണ്ടത്.